53 ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമായ ഒരു വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ആരംഭിക്കുന്നത്. കഴിഞ്ഞ 9 മാസത്തിന് ഇടയിൽ 53 ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകളാണ് പ്രവർത്തനരഹിതമായത്. ഇത് കടുത്ത നഷ്ടത്തിലൂടെ ട്രേഡിംഗ് നിർത്തിയവരുണ്ട്. സ്ഥിരമായ റെഗുലർ ജോബ്, അതായത് കൊറോണ കാലത്ത് ലോക്ക്ഡൗൺ സമയത്ത് ട്രേഡിംഗ് ആരംഭിച്ച പലരും റെഗുലർ ജോബ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അവർ ട്രേഡിങ്ങിൽ നിന്നും ഡിമാറ്റ് അക്കൗണ്ട് ക്യാൻസൽ ചെയ്തിട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടായിട്ട് എന്തായാലും 53 ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഈ 9 മാസം കൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് കൊറോണ സമയത്ത് ജോയിൻ ചെയ്ത ആൾക്കാർ, ട്രേഡിംഗ് ഒന്നും അറിയില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഹോബിയായിട്ട് ട്രേഡിംഗ് ഡിമാറ്റ് അക്കൗണ്ട് ഒരാൾ തന്നെ 4 5 ഒക്കെ എടുത്ത സമയമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല പ്രത്യേകതകളുള്ള ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുത്ത അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ പതുക്കെ ക്യാൻസലായി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോരുത്തരും യൂസർ തന്നെയാണ് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രധാനമായിട്ടും കൊറോണ കാലത്ത് ജോലിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് കൊറോണ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് സ്ഥിര ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ ട്രേഡിങ്ങിൽ നിന്ന് മാറി നിന്നു. പിന്നീട് അക്കൗണ്ട് പുതുക്കാതെ അത് ക്യാൻസലായി പോയതുണ്ട്. പിന്നെ കടുത്ത നഷ്ടം വന്നിട്ട്, അതായത് പല തവണ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടുകളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ പിന്നെ കൊറോണയുടെ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൽ നാട്ടിലിറങ്ങി വേറെ പല കച്ചവടങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയത്ത് അതിലേക്ക് താല്പര്യമുള്ള ആൾക്കാർ ട്രേഡിംഗ് ഒക്കെ ഒഴിവാക്കി അത്തരം കച്ചവടങ്ങളിലേക്ക് പോയ ഒരു കാരണം കൂടിയുണ്ട്. ഈ 3 ആണ് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് ഈ ഒരു റിപ്പോർട്ടിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ 2022 ജൂണിൽ 3.8 കോടി ഡിമാറ്റ് അക്കൗണ്ടുകൾ ആക്റ്റീവായി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് 2023 മാർച്ച് അവസാനിക്കുമ്പോൾ 3.27 കോടി ഡിമാറ്റ് അക്കൗണ്ടുകളിൽ മാത്രമാണ് ട്രേഡിംഗ് നടക്കുന്നത്. അതേപോലെ 2020 കാലഘട്ടത്തിൽ 2020 ഒത്തിരി പേര് മാർക്കറ്റിലേക്ക് കയറി വരും. ആ കൊറോണ ലോക്ക്ഡൗൺ ഏപ്രിൽ മാസം 2020 ഏപ്രിൽ ആ സമയത്തൊക്കെ നല്ല രീതിയിൽ ആൾക്കാർ ട്രേഡിങ്ങിലേക്ക് കയറി വന്നു. നമ്മൾ കേരളത്തിലെ ഒരു പ്രമുഖ യൂട്യൂബർ, കേരളത്തിന് ഓഹരി വിപണിയെ പഠിപ്പിച്ചു കൊടുത്ത ആ യൂട്യൂബർ, പേരെടുത്ത് പറയാതിരിക്കുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മോശമായ ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തായാലും ഇപ്പോൾ വരുന്ന, മുമ്പൊന്നും അദ്ദേഹത്തെക്കുറിച്ച് ഒരാൾ നെഗറ്റീവായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പല ചാനലുകളിലും അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് പേരുടെ കാശ് പോയി, അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ ഹൈലൈറ്റ് ചെയ്ത് പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ കൂടി കേരളത്തിന് ഓഹരി വിപണിയെ പരിചയപ്പെടുത്തിയ ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം. എന്തായാലും ഇങ്ങനെ പല യൂട്യൂബേഴ്സിൻ്റെ ഇൻസ്പിറേഷണൽ വീഡിയോസ് കണ്ടിട്ട് ഓഹരി വിപണിയിലേക്ക് ഓടിയെത്തിയ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് പണം നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എങ്കിൽ കൂടി ഓഹരി വിപണി എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാനും അത് ഏതൊക്കെ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തത് ഈ യൂട്യൂബേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിലൂടെ ഓഹരി വിപണിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു വലിയൊരു ബൂമിങ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് മുമ്പൊന്നും വളരെ അപൂർവമായിട്ട് കിട്ടുന്ന കാശ് ആൾക്കാർ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് ഓഹരികൾ വാങ്ങിച്ചിട്ട് ഇത്രയും ടെക്നിക്കൽ അനാലിസിസും കാര്യങ്ങളൊക്കെ വളരെ അപൂർവം ആൾക്കാർ മാത്രം പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്താണ് ഇങ്ങനെ ഒരു ലോക്ക്ഡൗൺ വരുന്നതും ഓഹരി വിപണി ഇത്ര സജീവമാകുന്നതും. തീർച്ചയായിട്ടും അത് എന്താ പറയുക, അതിൽ മലയാളികൾ മാത്രമല്ല ഇന്ത്യയിലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഇത്തരം ഈ ഒരു ഇൻസ്പിറേഷണൽ വീഡിയോസിലൂടെ അക്കൗണ്ടുകൾ എടുത്ത് ട്രേഡിങ് ആരംഭിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് പേര് കാശ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് പേര് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ആ സമയത്ത് ലോക്ക്ഡൗണിൽ മറ്റൊരു ബിസിനസ്സും ചെയ്യാൻ പറ്റാത്ത സമയത്ത് തീർച്ചയായിട്ടും ഇത് നല്ലൊരു, അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. പണം കൊടുത്താൽ തിരിച്ച് പണം തന്നെ ലാഭമായിട്ട്, വേറെ അതിൻ്റെ ഇടയിൽ ഒരു പ്രൊഡക്റ്റ് കൈമാറ്റം ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയായിരുന്നു. എന്തായാലും ഫിനാൻഷ്യൽ ഇയർ 2020-21 68,000 കോടിയാണ് NSEയിലേക്ക് പണമായിട്ട് ഒഴുകിയെത്തത്. ആ സമയത്താണ് ബൂമിങ് ആരംഭിച്ചത്. 2021-22 ഏറ്റവും കൂടുതൽ പണം ആൾക്കാർ NSEയിലേക്ക് അല്ലെങ്കിൽ ഡിമാറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തില്ല. അതായത് 1,65,000 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് റീറ്റെയിലേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അവർ നിക്ഷേപിച്ചിട്ടുണ്ട്. പിന്നീട് 2022-23 ആയപ്പോൾ അത് വളരെ മോശമായ ഒരു അവസ്ഥയിലാണ്. 49,000 കോടി മാത്രമാണ് ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ആൾക്കാർ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ 2021-22 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷം ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഈ ഇത്രയും അക്കൗണ്ടുകൾ ഒരു മാസത്തിൽ എല്ലാ ഇന്ത്യയിലുള്ള ബ്രോക്കേഴ്സിൻ്റെ അടുത്തൊക്കെയും കൂടി 23 ലക്ഷം അക്കൗണ്ടുകളാണ് ഒരു മാസത്തിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോൾ കുറഞ്ഞിട്ട് 17 ലക്ഷം മാത്രമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഒരു മാസത്തിൽ 17 ലക്ഷം പുതിയ അക്കൗണ്ടുകൾ തുറക്കുന്നുണ്ട് എങ്കിലും
53 ലക്ഷം അക്കൗണ്ടുകൾ ഇതുവരെയായിട്ട് ഇനാക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി ഈ പുതിയതായി തുറക്കുന്ന അക്കൗണ്ടുകൾ മുൻപത്തെ പോലെ പണം പമ്പ് ചെയ്യാൻ വേണ്ടിയല്ല ഉപയോഗപ്പെടുന്നത്. അത് കൂടുതലും ETF-ഉം മ്യൂച്വൽ ഫണ്ടും, ETF എന്ന് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, ഈ രണ്ടെണ്ണത്തിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് അധികം ആൾക്കാരും. ഈ പുതിയ ഒരു ട്രെൻഡ് അതിലേക്കാണ് പോകുന്നത്. കാരണം ആൾക്കാർ ട്രേഡിങ്ങിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കിയ ആൾക്കാർ ബാക്കിയുള്ള കാശ് സുരക്ഷിതമായിട്ട് ETF-ലും MTF-ലൊക്കെ നിക്ഷേപിക്കാൻ വേണ്ടി, അതേപോലെ ഗോൾഡ് ബീസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരു റിസ്ക് കുറഞ്ഞ സംഭവങ്ങൾ. അപ്പോൾ അതിലേക്ക് നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പുതിയ ഡിമാറ്റുകൾ തുറക്കുകയാണ്. എങ്കിലും എല്ലാ ബ്രോക്കേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഓരോ മാസം കഴിയും തോറും 9% കുറവാണ്. പുതിയ അക്കൗണ്ടുകൾ കഴിഞ്ഞ മാസം 100 അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ ഈ മാസം അത് 91 മാത്രമേ ഓപ്പൺ ആവുന്നുള്ളൂ. 9% ഓരോ മാസവും കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടി ബ്രോക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും ഇത് കൂടുതലും ഇപ്പോൾ ഈ ഒരു 53 ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഇനാക്റ്റീവ് ആയതിൻ്റെ കാര്യം റെഗുലർ ജോബും പിന്നെ മറ്റ് ബിസിനസ് ചെയ്യാനുള്ള മറ്റ് ഓപ്ഷൻ, നേരിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യാനുള്ള മറ്റ് സോഴ്സുകളും തന്നെയാണ്. പിന്നെ ട്രേഡിങ്ങിൻ്റെ ലോസ് എന്നുള്ളത് ഒരു തേർഡ് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം. ഇന്ന് 2023 ഏപ്രിൽ 21 ഫ്രൈഡേ. അപ്പോൾ മാർക്കറ്റ് ഇന്നൊരു വാരാന്ത്യമാണ്. അപ്പോൾ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 17,624 നിന്നും 15 പോയിന്റ് ഗ്യാപ്പോട് കൂടി 17,639 ഇന്ന് ആരംഭിച്ചു. 17,663 ഡേ ഹൈയും 17,553 ഡേ ലോയും വന്നതുവഴി 109 പോയിന്റിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റ് അഥവാ 0.62% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 17,639 നിന്നും 15 പോയിന്റ് നഷ്ടത്തിൽ 17,624 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 17,624 തന്നെയാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഒരു ഡോജി ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച് 42,269 നിന്നും 17 പോയിന്റ് ഗ്യാപ് ഡൗണോടുകൂടി 42,252 ഇന്ന് ആരംഭിച്ചത്. 42,382 ഡേ ഹൈയും 41,962 ഡേ ലോയും വന്നതുവഴി 419 പോയിന്റിന് ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്, അഥവാ 0.99% ഇൻട്രാഡേ മൂവ്മെന്റ്. ഇന്ന് ഓപ്പണായ 42,252 നിന്ന് 134 പോയിന്റ് നഷ്ടത്തിൽ 42,118 ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,790 നിന്നും ഫ്ലാറ്റ് ഓപ്പണിംഗ് അഥവാ 4% ഗ്യാപ് ഡൗണിൽ 4 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 18,786 ഇന്ന് ആരംഭിച്ചത്. 18,843 ഡേ ഹൈയും 18,673 ഡേ ലോയും വന്നതുവഴി 171 പോയിന്റിന് ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്, അഥവാ 0.91% ഇൻട്രാഡേ മൂവ്മെന്റ്. ഇന്ന് ഓപ്പണായ 18,786 നിന്ന് 32 പോയിന്റ് നഷ്ടത്തിൽ 18,753 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 18,790 ഇന്നലെ ഓപ്പൺ ആയത്. 18,753 ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത്. അതായത് 790, അതായത് 37 പോയിന്റോളം നമുക്ക് ഇന്നത്തേക്ക് ഒരു നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്ന് ഓപ്പൺ ആയത് 11.94, ഹൈ വന്നിരിക്കുന്നത് 12.04, ലോ വന്നിരിക്കുന്നത് 11.52. ഇന്നത്തെ 2.6% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 11.63 മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഡൗൺ ആണ്. ടെക് മഹീന്ദ്ര, PFC, ICIC പ്രൂലി, HDFC ലൈഫ്, AU ബാങ്ക്, അദാനി എന്റർപ്രൈസ് ഇതെല്ലാം തന്നെ 2% കൂടുതൽ നഷ്ടം വരുത്തി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് വെള്ളിയാഴ്ചയിൽ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 5,128 കോടിയുടെ ബൈങ്ങും 7,244 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 2,116 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 5,476 കോടിയുടെ ബൈങ്ങും 3,843 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 1,633 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതായത് ഫോറിനേഴ്സ് വിറ്റഴിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 483 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായത്. 483 കോടി രൂപ പുറത്തോട്ട് പോയിട്ടുണ്ട്, മാർക്കറ്റിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് റിലയൻസിൻ്റെ റിസൾട്ട് ആയിരുന്നു. റിലയൻസിൻ്റെ റിസൾട്ട് ഒരു സന്തോഷകരമായ റിസൾട്ട് അല്ല എന്നാണ് അറിയാൻ പറ്റിയത്. കൃത്യമായ ഡാറ്റ ഇതുവരെയും പ്രോപ്പറായി പുറത്തെത്തിയിട്ടില്ല. സോ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ട്വിറ്ററിലും മറ്റും വരുന്ന ഊഹാപോഹങ്ങൾ മാത്രമാണ്. 2% ഒരു എന്താ പറയുക, പ്രതീക്ഷയിൽ നിന്നും 2% ഒരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല എന്നാണ്
മൊത്തത്തിൽ ഉള്ള ഒരു അഭിപ്രായം. എന്തായാലും ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക്, ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള റിസൾട്ടുകളായിരിക്കും എഴുതി വിടുന്നത്. സോ നമുക്ക് അങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയ ബേസ് ചെയ്തിട്ട് ഒരു കമ്പനിയെ വിലയിരുത്താൻ പറ്റില്ല. എന്തായാലും നാളത്തോടു കൂടി കൃത്യമായ ഒരു അവലോകനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൽ നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് കാണാൻ സാധിക്കും, നേരിട്ട് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. നാളത്തോടു കൂടി കൃത്യമായ ഒരു ഡാറ്റ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 7,209 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയത്, 7.2%. ഇതുവരെയായിട്ട് 88 ട്രേഡിൽ നിന്നും 1,73,611 രൂപയുടെ പ്രോഫിറ്റാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ലെവൽസ് നോക്കാം. ലെവൽസ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിൽ ഓപ്പൺ ആയിട്ട് നേരെ ബ്രേക്ക്ഔട്ട് ലെവൽ നോട്ട് റേറ്റ് സോൺ കട്ട് ചെയ്ത് താഴോട്ട് വന്നിട്ട് S1 വന്നു. അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും നോട്ട് റേറ്റ് സോണിലേക്ക് തന്നെ കയറിപ്പോയി. ഒരു ടാർഗറ്റ് ഇവിടെ കിട്ടാൻ, അതായത് ഒരു പുട്ട് വാങ്ങിച്ച ആൾക്കാർക്ക് അത്യാവശ്യം പ്രോഫിറ്റ്, ഒരു 10 to 20% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റ് ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഈ റാസ് ലെവൽസിൻ്റെ ഒരു ആക്യുറസി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. എക്സാക്റ്റ് അത് എവിടെയാണ് വന്ന് സപ്പോർട്ട് എടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ഇതുണ്ടല്ലേ, വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് അത് ഓരോ സ്ഥലങ്ങളിലും അത് ആക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ കോൺഫിഡൻ്റ് ആവുക. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിലാണ്. R1 ഒന്ന് പോയി അവിടെ ടച്ച് ചെയ്ത് രാവിലത്തെ ട്രേഡ് ആർക്കും എടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ദെൻ അവിടുന്ന് ഇറങ്ങി വന്നു, നോട്ട് റേറ്റ് സോൺ കട്ട് ചെയ്ത് അവിടെ ഒന്ന് റേഞ്ച് പോണ്ടായി. പിന്നീട് ഒരു പുട്ടിലേക്കുള്ള ഒരു എൻട്രി വന്നു, S1 S2 നേരെ വന്നിട്ട് ഇന്ന് ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഈ യെല്ലോ ലൈനിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ച് S1 തന്നെ തിരിച്ച് കയറിപ്പോയി. നല്ലൊരു ട്രേഡ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടാവും. ഫിൻനിഫ്റ്റിയും വലിയൊരു വ്യത്യാസമൊന്നുമില്ല, ആ രീതിയിൽ തന്നെയാണ് ഇന്ന് പോയിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിൽ ഓപ്പണായി, പിന്നെ താഴെ ഇറങ്ങി വന്നു. ഇന്ന് ഡേ ലോ വരും എന്ന് കരുതിയിരുന്ന എക്സാക്റ്റ് ആ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറിപ്പോയി. ഇതാണ് ഫിൻനിഫ്റ്റിയുടെ ഒരവസ്ഥ. ഇനി നമുക്ക് ഓവറോൾ ട്രെൻഡ് നോക്കാം. എന്തായാലും ഇതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ലെവൽസിനെ ഞാൻ പതുക്കെ ഇവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ വലിയൊരു കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ റാസ് ലെവൽസിൻ്റെ ഏകദേശം അതേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന മറ്റൊരു ലെവൽ ഇതുവരെ ഞാൻ ഏകദേശം കുറച്ച് നാളായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ വെച്ചാണ് ഞാൻ മാർക്കറ്റിലെ മൂവ്മെൻറ്റ് ഇത് ഈ രീതിയിൽ പോകും എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നിഫ്റ്റി മുകളിലോട്ട് പോകും എന്ന് പറയുന്നത് എന്ന്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയും കൂടെ ഈ ലെവൽസ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ മാസത്തെ എന്തായാലും കഴിഞ്ഞ് ഞാൻ മെയ് മാസം തൊട്ട് നിങ്ങൾക്ക്, അതായത് മെയ് 1-ാം തീയതി പുതിയ ലെവൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇത് ഈ യെല്ലോ ലൈൻസ് കാണുന്നത് നമ്മൾ റാസ് ലെവൽസിൽ പറയുന്നത് പോലെ തന്നെ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു റേഞ്ചാണ്. അടുത്ത മാസം ഇപ്പം മെയ് 1 നിങ്ങൾക്ക് ലെവൽസ് വരുമ്പോൾ അതിനകത്ത് മെയ് 1 മുതൽ 30-ാം തീയതി വരെ പ്രതീക്ഷിക്കുന്ന ഹൈയും ലോയും മാർക്ക് ചെയ്ത് ഈ രീതിയിൽ യെല്ലോയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ 3-ന് മാർച്ച് 29-ന് ഇവിടെ നമ്മുടെ ലോയിൽ വന്ന് സപ്പോർട്ട് എടുത്ത് അവിടെ നിന്ന് മാർക്കറ്റ് പൊങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് ലെവലും ബ്രേക്ക് ഡൗൺ ലെവലും ഉണ്ട്, അല്ലെങ്കിൽ നോട്ട് റേറ്റ് സോൺ ഉണ്ട്. വൺസ് അത് ക്ലോസ് ചെയ്തു, ആ ക്യാൻഡലിൻ്റെ ഹൈ കട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേയിൽ കോൾ സൈഡിലേക്ക് എൻട്രി ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പോയിട്ട് എവിടെ നിന്നാണ് റിവേഴ്സൽ ആയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. എക്സാക്ട്ലി നമ്മുടെ ആ ഒരു ലെവലിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് മാർച്ച് 29-ന് തുടങ്ങിയിരിക്കുന്നത് 16,924 അവിടെ നിന്ന് 17,075 ഫസ്റ്റ് സപ്പോർട്ട്, റെസിസ്റ്റൻസ്. അവിടെ നിന്ന് നോട്ട് റേറ്റ് സോൺ എന്ന് പറയുന്നത് ബ്രേക്ക്ഔട്ട് ലെവൽ 17,368-ഉം 17,306 ബ്രേക്ക് ഡൗൺ ലെവലുമാണ്. ബ്രേക്ക്ഔട്ട് ലെവലിനെ കട്ട് ചെയ്ത് കയറിയപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 17,599 സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് 17,830 17,830 ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു, അവിടെ നിന്ന് ഒന്ന് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു. പിന്നീട് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സംഭവമുണ്ടോ, ഇവിടെ എല്ലാ ക്യാൻഡിൽസിൻ്റെയും ലോ വന്നിരിക്കുന്നത് 17,599 ടച്ച് ചെയ്ത് അവിടെ നിന്ന് റിജക്ഷൻ വരുന്നു, മുകളിലോട്ട് തന്നെ പോകുന്നു. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ടും ഇത് ആ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ടാണ് പോകേണ്ടത് എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും ദിവസം ഇത് എൻഗൾഫിംഗ് ആയ ഒരു ക്യാൻഡിൽ വന്നിട്ട് പോലും ഇത് ഇവിടുന്ന് ഈ ഒരു ലെവലിന് 17,599 എന്ന ആ ലെവലിനെ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങാൻ മാർക്കറ്റ് കൂട്ടാക്കുന്നില്ല. ദാറ്റ് മീൻസ് അവിടെ അത്രയധികം ബൈയിങ് പ്രഷർ വരുന്നുണ്ട് മാർക്കറ്റ്. അതുകൊണ്ട് ഇതിന് ശേഷം മുകളിലോട്ട് പൊങ്ങിപ്പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഈ ലെവൽസിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇതിന് ചെറിയൊരു റേഞ്ചിൻ്റെ ഒരു കുഴപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം ലെവൽസ് എല്ലാം കറക്റ്റാണ്, പക്ഷേ ഒരു ദിവസത്തെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെവൽസിൻ്റെ ഏകദേശം അത്ര തന്നെ വരും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, നമുക്ക് മാർച്ച് 29 ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ മാസം വരും എന്ന ലോയിൽ വെച്ച് മാർക്കറ്റ് സ്റ്റാർട്ടായി. അവിടെ വെച്ചിട്ട് നല്ലൊരു സിഗ്നലായിരുന്നു. നോ ട്രേഡ് സോൺ വലിയൊരു ക്യാൻഡിൽ വന്ന് കട്ട് ചെയ്ത് കയറിപ്പോയി. അവിടെ നിന്ന് R1 കണ്ടു, R1 ക്രോസ് ചെയ്തു, പക്ഷേ അവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്തു അത് R1. പിന്നീട് തിരിച്ച് കയറിപ്പോയി. അത് നേരെ പോയത് R6 R6 നിന്ന് നേരെ പിന്നെ തിരിച്ചിറങ്ങി വന്നിട്ട് R5 ഇപ്പോൾ സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് എങ്ങോട്ടും പോകാം, പക്ഷേ ഈ ഒരു സപ്പോർട്ടിൻ്റെ ഒരു സ്ട്രെങ്ത് കണ്ടിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് കയറി പോകണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ലെവൽസ് ഈ മാസം എന്തായാലും നിങ്ങൾ ഒരു ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യൂ. മെയ് 1 മുതൽ ഞാനിത് ഈ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇത് ഷെയർ ചെയ്യാം. മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇത് ഷെയർ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് വരച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ടും അനലൈസ് ചെയ്യാൻ സാധിക്കും. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി കണ്ടില്ലേ, അതും വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് പോകുന്നത്. ലോ ലെവലിൽ നിന്ന് കയറി അങ്ങ് പോയി. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളത്, ഓപ്ഷൻ സെല്ലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഇവിടെ നോ ട്രേഡ് സോൺ കട്ട് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ ഒരു മന്ത്ലി എക്സ്പയറി ഉള്ള പുട്ട് സെല്ല് ചെയ്തിടുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നല്ല ഹ്യൂജ് പ്രോഫിറ്റ്, ഈവൻ നേക്കഡ് സെല്ലിങ്ങും പോലും അവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ ലെവൽസ് എല്ലാം തന്നിട്ട് ഫിൻ നിഫ്റ്റി കണ്ടില്ലേ, ഈ ഒരു ലെവലിൽ അതിൻ്റെ നമ്പർ 18772 അവിടെ വന്ന് അതൊരു കൺസോൾട്ടേഷനാണുള്ളത്. ഒന്നുകിൽ പൊട്ടി താഴോട്ട് വരാം, മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകുമെന്നൊന്നും ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. എങ്കിൽ കൂടി ഇത് പോകേണ്ടത് മുകളിലേക്കാണ്. അത്രയും നല്ല സപ്പോർട്ടാണ് അവിടെ അതിന് കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിൽ പറയാനുള്ളത്. അപ്പോൾ നാളെ ഈദാണ്, എല്ലാവർക്കും ഈദ് മുബാറക് നേരുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം. താങ്ക് യു വെരി മച്ച്.